പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുൻപായി യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. യേശു ശിഷ്യന്മാരെ അനാഥരായി വിടുകയല്ല ചെയ്തത്. നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ അവർക്ക് വാഗ്ദാനം ചെയ്തു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ പരിശുദ്ധാത്മാവിനെ അനുദിനം നാം ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. റോമ 5:5 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. നാം തിന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറയുവാനായിട്ടാണ് നാം നിത്യവും ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ടത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 9 യേശു പറയുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നാം ചോദിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ലഭിച്ചാൽ മാത്രം പോരാ, ആ പരിശുദ്ധാത്മാവിനാൽ നാം നിറയുകയും നാം നയിക്കപ്പെടുകയും ചെയ്യണം. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നമുക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 തിരുവചനം പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ ജീവജലം പരിശുദ്ധാത്മാവാണ്. അപ്പോൾ നാം ദാഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയും, നമ്മുടെ ജീവിതത്തെ നയിക്കും. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമായി നമ്മുടെ അനുദിന ജീവിതം മാറുകയും ചെയ്യും. അപ്പോൾ നിത്യ ജീവൻ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനം ആശംസിക്കുന്നു. നമ്മെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.